ഇടുക്കി പൂപ്പാറയിൽ പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നു. 29 വീടുകളും 3 ആരാധനാലയങ്ങളും ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളാണ് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് പൊളിച്ചു നീക്കുന്നത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രിൻസ് ജെയിംസ് ചേരുന്ന വിവരങ്ങളുമായി. പ്രിൻസ്, ഈ കോടതി ഉത്തരവിന് പിന്നാലെ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അവിടെ നിന്നും ഇറങ്ങിക്കൊടുക്കാൻ, വീടുകളിൽ നിന്നും ഇറങ്ങിക്കൊടുക്കാൻ തയ്യാറല്ലെന്ന നിലപാടിലായിരുന്നു കുടുംബങ്ങൾ. കഴിഞ്ഞ ദിവസം അവരുടെ വൈദ്യുതി വിച്ഛേദിക്കാൻ എത്തിയപ്പോൾ പോലും വലിയ സംഘർഷമുണ്ടായതാണ്. നിലവിൽ അവിടുത്തെ സാഹചര്യം എന്താണ്? സംഘർഷാവസ്ഥയുണ്ടോ? ഈ വീട്ടുകാർ ഇറങ്ങിക്കൊടുക്കാൻ തയ്യാറാണോ? മാത്രമല്ല, ഇവർക്കൊരു പുനരധിവാസം ആവശ്യമല്ലേ? ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കേണ്ടതല്ലേ? ടോം, നിലവിൽ ഇവിടെ പൂപ്പാറയിലെ 29 കുടുംബങ്ങൾ, അതായത് ആകെ 89 കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിനാണ് 2024 ഹൈക്കോടതി ഉത്തരവിറക്കിയത്. തുടർന്ന് അന്ന് ജില്ലാ ഭരണകൂടം, റവന്യൂ വകുപ്പ് ഇവിടെ നടപടികൾ ആരംഭിക്കുകയും വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഏകദേശം 88 വ്യാപാര സ്ഥാപനങ്ങളാണ് ഒഴിപ്പിച്ച് 29 വീടുകളിലായി താമസിച്ചിരുന്ന കുടുംബങ്ങളോട് ഇവിടെ താൽക്കാലികമായി തുടരാൻ പറഞ്ഞിരുന്നു. തുടർന്ന് ഇവർക്ക് വിവിധ ഘട്ടങ്ങളിൽ മാറി താമസിക്കാൻ നോട്ടീസ് നൽകി. എന്നാൽ ഇത് നോട്ടീസ് കൈപ്പറ്റിയെങ്കിലും നടപടി സ്വീകരിക്കാതെ വന്നല്ലെങ്കിൽ ഇവിടുന്ന് മാറാതെ വന്നതോടെയാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് 24 മണിക്കൂറിനുള്ളിൽ മാറാൻ നോട്ടീസ് നൽകിയത്. അതിനുശേഷവും മാറാതെ വന്നതോടെ ഇന്ന് രാവിലെ മുതൽ നടപടികൾ ആരംഭിക്കുകയായിരുന്നു. റവന്യൂ സംഘം നടപടികൾ ആരംഭിക്കുകയായിരുന്നു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകൾ നടപടി സ്വീകരിച്ചത്. പ്രത്യേകിച്ചും ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ശാന്തൻപാറ പഞ്ചായത്തിൽ നിരോധനാജ്ഞ പുറപ്പെടുവിക്കുകയും ഒപ്പം 500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. നിലവിൽ ഇന്ന് രാവിലെ മുതൽ പൊളിച്ച നടപടികൾ ആരംഭിച്ചിരുന്നു. ഒപ്പം ഇവിടുത്തെ വീട്ടുകാർ, അതായത് 29 വീടുകളിലായിട്ടാണ് ആളുകളുള്ളത്. അവിടെയുള്ള ആളുകൾ സ്വമേധയാ തന്നെ അവരുടെ സാധനങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റുന്നുണ്ട്. നിലവിൽ അവരെ താൽക്കാലികമായി അവരുടെ ബന്ധുവീടുകളിലേക്കും മറ്റ് സുഹൃത്തുക്കളുടെ വീട്ടിലേക്കും ഒക്കെ ആയിട്ടാണ് മാറുന്നത്. എന്നാൽ ഇവിടെ 29 വീടുകളിൽ 10-ലധികം വീടുകൾ, ഏകദേശം 13ഓളം വീടുകൾക്ക് കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമിയോ മറ്റു വീടുകളോ ഇല്ല എന്ന് റവന്യൂ വകുപ്പ് അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഇവർ എവിടേക്ക് പോകുന്നു എന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല. ഇന്ന് തന്നെ റവന്യൂ ഉദ്യോഗസ്ഥർ ഇവരെ പുനരധിവസിക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നിലവിൽ ഇവരെ ഇവിടുന്ന് മറ്റു വാടകയ്ക്ക് മാറുകയോ ബന്ധുവീടിലേക്ക് മാറുക മാത്രമാണ് ഏക പോകുമ്പോൾ അതിനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. പക്ഷേ 2 വർഷമായി ഈ ഉത്തരവുണ്ടായിട്ട് സുപ്രീം കോടതി കഴിഞ്ഞ 2024 ഹൈക്കോടതി കഴിഞ്ഞ 2024 ജനുവരിയിലാണ് ഇത്തരത്തിൽ ഉത്തരവിറക്കിയത്. പൂപ്പാറ പന്നിയാർപ്പുഴയോരത്തെ മുഴുവൻ കെട്ടിടങ്ങളും അനധികൃത നിർമ്മാണങ്ങളും പൊളിച്ചേക്കാൻ ഉത്തരവിറക്കിയത്. അന്ന് മുതൽ ഈ 2 വർഷക്കാലം ഇവർക്ക് ഇവിടുന്ന് മാറി താമസിക്കാൻ സമയം അനുവദിച്ചു എന്നുള്ളതല്ലാതെ ഈ നിർധനരായ തോട്ടത്തൊഴിലാളികളായ ഭൂരഹിതരായ സ്വന്തമായ വീടില്ലാത്ത ഈ 10-ലധികം കുടുംബങ്ങളെ മറ്റ് മേഖലകളിൽ ഭൂമി കണ്ടെത്തി നൽകുന്നതിനുള്ള നടപടി പഞ്ചായത്തോ റവന്യൂ സ്വീകരിച്ചില്ല. പ്രത്യേകിച്ച് ഇവർക്ക് ഭൂമി അനുവദിക്കുകയോ അല്ലെങ്കിൽ ലൈഫ് ഭവന പദ്ധതിയിൽ പോലെ വീടുകൾ അനുവദിക്കുകയോ 2 വർഷം കൊണ്ട് ചെയ്യാമായിരുന്നെങ്കിൽ പോലും അതിനും നടപടി സ്വീകരിച്ചിട്ടില്ല. 2 വർഷങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ മാറ്റിയപ്പോൾ അവരെ പുനരുദ്ധരിപ്പിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ചും 50 വർഷത്തിലധികം പഴക്കമുള്ള വർഷങ്ങളായി കച്ചവടം നടത്തുന്നവരുണ്ടൊക്കെ മേഖലകളുണ്ടായിരുന്നു. 50-60 വർഷങ്ങളായി കച്ചവടം നടത്തുന്നവരുണ്ട്. പ്രത്യേകിച്ച് പുഴയോരത്താണെങ്കിൽ പോലും ഇത് നൂറ്റാണ്ടുകളായി ഇവർ നടത്തിക്കൊണ്ടിരുന്ന കച്ചവടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ ആയിരുന്നു. ആ സ്ഥാപനങ്ങളിലുള്ളവരെയൊക്കെ പുനരധിവസിപ്പിക്കുന്നതും തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുമെന്നുമൊക്കെ പഞ്ചായത്ത് നിങ്ങൾ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും പഞ്ചായത്തിന് ഇവിടെയുള്ള ഭൂമിയിൽ കെട്ടിടം നിർമ്മിച്ച് താൽക്കാലികമായി അവിടേക്ക് ഇവരെ പുനരധിവസിപ്പിക്കുന്നുള്ളതൊക്കെ അറിയിപ്പുണ്ടായിരുന്നെങ്കിൽ പോലും ഇതിനുള്ള യാതൊരുവിധ നടപടിയും 2 വർഷത്തിലും നടന്നിട്ടില്ല. ഇപ്പോൾ നിലവിൽ ഈ ഭൂമി ഇല്ലാത്തവരെ പുനരധിവസിപ്പിക്കുമെന്ന് റവന്യൂ അധികൃതർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അതിനുള്ള കാലാവസ്ഥ എത്രമാത്രം ഉണ്ടാകുമെന്നതും വ്യക്തമല്ല. പ്രത്യേകിച്ചും 2 വർഷമായിട്ടും യാതൊരുവിധ നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നതും ആശങ്ക വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. തീർച്ചയായും ഏകദേശം 80, നേരത്തെ പ്രിൻസ് സൂചിപ്പിച്ചതുപോലെ 88 കെട്ടിടങ്ങളാണ് ഇങ്ങനെ നിയമവിരുദ്ധമായി പുഴ കയ്യേറി നിർമ്മിച്ചത്. ഈ 88 കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്നാണ് നിർദ്ദേശമുള്ളത്. അതിൽ എത്ര കെട്ടിടങ്ങൾ ഇതുവരെയും പൊളിച്ചു നീക്കിയിട്ടുണ്ട്? മാത്രമല്ല, ഇതൊരു വളരെ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം, ഇവരുടെ ഈ കുടുംബങ്ങളുടെ അവരിനി എവിടെ താമസിക്കും? അവരുടെ ഒരു കിടപ്പാടം, പ്രത്യേകിച്ച് കുട്ടികളുണ്ട്, വയോധികരുണ്ട്, അവരെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലല്ലേ ഒരു അടിയന്തരമായ തീരുമാനമുണ്ടാകേണ്ടത്? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.